Okay, principles of management second semester hospital management second semester unit 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question number 1, leadership is the ability to leadership basically ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻസർ എന്താണ്? ഇൻഫ്ലുവൻസ് പീപ്പിൾ. ആൻസർ ബി ആണ്. ലീഡർഷിപ്പ് ഇൻവോൾവ്സ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലീഡേഴ്സും ഫോളോവേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്താൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇന്റർപേഴ്സണൽ പ്രോസസ്സാണത്. ആൻസർ ബി ആണ്, ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ലീഡർഷിപ്പ് ഇസ് കൺസിഡർ സിറ്റുവേഷൻ ബേസ്ഡ്. ബിക്കോസ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് കാര്യമായിട്ടല്ല മുമ്പോട്ട് പോകുന്ന ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നമ്മളെ കൺസെപ്റ്റ്സും ഐഡിയാസും നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ആൻസർ ബി ആണ്. ലീഡർ മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. ലീഡർ എങ്ങനെയാണ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അവരെ എൻകറേജ് ചെയ്യും. ഇൻസെൻറ്റീവ് മീൻസ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. എൻകറേജ്മെൻറ്റ്സ് ബേസിക്കലി അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ആൻസർ ബി ആണ്. മൊറാൽ ഇൻ ഓർഗനൈസേഷൻ റിഫേഴ്സ് ടു. മൊറാൽ മീൻസ് ഒരാളുടെ താല്പര്യമായിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളുടെ വിൽ പവർ ബെറ്റർ ആണ്, അയാൾക്ക് നന്നായിട്ട് ചെയ്യാനുള്ള ഇഷ്ടമുണ്ട്, അതിനാണ് വില്ലിങ്നെസ് അതാണ് മൊറാൽ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, വില്ലിംഗ് കോപ്പറേഷൻ. കോർഡിനേഷൻ മീൻസ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്നതിനാണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നു, ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, യൂണിറ്റി ഓഫ് ആക്ഷൻ. കൺട്രോളിങ് ഈസ് മെയിൻലി കൺസേൺ വിത്ത്. കൺട്രോളിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സ്റ്റാൻഡേർഡിനകത്ത് നിന്ന് ആൾക്കാർ ജോലി ചെയ്യുന്നു, അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു. അവർ ചെയ്യുന്ന ജോലി നമ്മൾ സ്റ്റാൻഡേർഡിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, പെർഫോമൻസ് ഇവാലുവേഷൻ. കൺട്രോൾ ഹെൽപ്സ് ഇൻ ആക്ച്വലി നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡിൽ നിന്നിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സിൽ എത്താൻ പറ്റും. ആൻസർ ബി ആണ്, അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൺട്രോൾ പ്രോസസ്. ആദ്യം നമ്മൾ ഒരു കൺട്രോൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഏത് നിലവാരത്തിൽ കൂടെ പോകണം തീരുമാനിക്കണം. നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. മെഷർമെന്റ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അളവെടുക്കുന്നു, അതിൻ്റെ ഡാറ്റ എടുക്കുന്നു, അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നു, അപ്പം അതിൻ്റെ വാല്യൂസ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മളുടെ ഒറിജിനൽ സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുന്നതാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, അസസിങ് ഫാക്ച്വൽ പെർഫോമൻസ്. കമ്പാരിസൺ സ്റ്റെപ്പ് ഇൻവോൾവ്സ്. കമ്പാരിസൺ വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, ആ സ്റ്റാൻഡേർഡ് ഇട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വൽ എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്യുന്ന. ആൻസർ ബി ആണ്. കറക്റ്റീവ് ആക്ഷൻ. ഇപ്പോൾ സ്റ്റാൻഡേർഡിന് വ്യത്യാസമായിട്ട് പോവുകയാണെങ്കിൽ, മാറിപ്പോവുകയാണ്, ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഉടനെയാണ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 6 സിഗ്മയുടെ ഒരു PDC എന്ന് പറയുന്ന മോഡലിലാണ് ഇതൊക്കെ വരുന്നത്. PDC മീൻസ് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് എന്ന അതിനകത്ത് ഡിമാക് എന്ന് പറയുന്ന 6 സിഗ്മയുടെ മോഡലുണ്ട്. ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റെപ്സ് ഉണ്ട്. ആ 6 സിഗ്മ പഠിക്കുമ്പോൾ ഇത് കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് അതിനകത്ത് മനസ്സിലാവും. അപ്പോൾ ഡീവിയേഷനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി. കൺട്രോൾ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ബൈ വേസ്റ്റ് ഇത് ഡീവിയേഷനെ റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാതെ നോക്കാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മനസ്സിലാക്കുന്ന റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. നമ്മൾ ഒരുപാട് ലെഫ്റ്റിലോട്ടും പോകാൻ പാടില്ല, ഒരുപാട് റൈറ്റിലോട്ടും പോകാൻ പാടില്ല, പറഞ്ഞ് ആ ലൈനിൽ കൂടെ തന്നെ പോകുന്നതാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് ഡീവിയേഷൻ എന്ന് പറയും. അപ്പം നമ്മൾ കറക്റ്റ് റോഡിനകത്ത് എല്ലാം നടുക്കുള്ള ലൈൻ വരച്ചിട്ടുണ്ട്, സൈഡിലെ ലൈൻ എല്ലാം വരച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു, നമ്മൾ ആ ലൈനിനകത്ത് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നതാണ് ഒരു കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ എല്ലാ പ്രോസസ്സിലും നമ്മളൊരു കൺട്രോൾ ഉണ്ടാക്കിയിട്ട് ഡീവിയേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്. കൺട്രോൾ മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ബിക്കോസ് കൺട്രോളിൽ നിന്ന് എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പെർഫോമൻസ് എവാലുവേറ്റ് ചെയ്യുന്നു, അവർ തെറ്റുപറ്റിക്കുന്നോ ഡീവിയേറ്റ് ചെയ്യുന്നോ അറിയാൻ പറ്റും, അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് നല്ലൊരു മെത്തേഡാണ്. ആൻസർ ബി ആണ്. ഡിസിപ്ലിൻ എൻഷുർ.
അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യമുള്ളത്, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിസിപ്ലിനായിട്ട് ആൾക്കാർ നിൽക്കും. അവർ വേറെ അവർ തോന്നുന്ന പോലെ ചെയ്യാതെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. ആൻസർ ബി ആണ്. മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ മീൻസ്, മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ മീൻസ് എന്താണ്? എംപ്ലോയീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യും. മേലിൽ നിന്നുള്ള കൺട്രോൾ മാത്രമല്ല, എംപ്ലോയീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളും ഗൈഡ് ചെയ്യും. ആ മേലിൽ നിന്നൊരു സൂപ്പർവിഷനെക്കാളും കൂടുതൽ അവർ തമ്മിലുള്ള സൂപ്പർവിഷനാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമലായിട്ടും കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചും ടീമുമായിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. പിയർ കോർഡിനേഷൻ ആണ്. മാനേജർ കൺട്രോൾ അല്ല, പിയർ കോർഡിനേഷൻ. തമ്മിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യും. ഡയറക്റ്റ് സൂപ്പർവിഷൻ മീൻസ് നേരിട്ട് സൂപ്പർവൈസർ കൊണ്ട് നിങ്ങൾ വർക്കിനെ നോക്കുന്നതിന് ഡയറക്റ്റ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. സൂപ്പർവൈസർ മോണിറ്റേഴ്സ് ഫോർ. ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ മീൻസ് നാച്ചുറലി നമ്മൾ ഡാറ്റ എടുത്തിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓരോരുത്തരുടെ അളവെടുത്ത് ഡാറ്റ എടുത്ത് കണക്കെടുത്തിട്ട് നമ്മൾ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ബഡ്ജറ്റ് ഈസ് യൂസ് ഫോർ ഫിനാൻഷ്യൽ കൺട്രോൾ. ആൻസർ ബി ആണ്. കാരണം നമ്മൾ ഒരു കാര്യത്തിന് ഇത്ര പൈസ അലോക്കേറ്റ് ചെയ്യുന്നു, അത് ആ പൈസയ്ക്ക് അത് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് ഫിനാൻഷ്യലി നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഓഡിറ്റ് ഈസ് യൂസ്ഡ് ഫോർ, നമ്മൾ ചെയ്ത് കഴിയുമ്പം ആ പൈസ എങ്ങനെ ചിലവായി എന്നുള്ളത് നോക്കുന്ന കണക്കിനാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. എഫക്റ്റീവ് കൺട്രോൾ ഈസ് ഫ്യൂച്ചർ റിലീവ് കോസ്റ്റ്. നമ്മൾ കൺട്രോൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വലിയ പ്രശ്നം വരാതെ പോകും. അപ്പോൾ ഫ്യൂച്ചർ മിസ്റ്റേക്സ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ആൻസർ ബി ആണ്. ഫ്ലെക്സിബിൾ കൺട്രോൾ മീൻസ് നമ്മൾ ഒരു കൺട്രോൾ ചെയ്യുന്നെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതാണ് ഫ്ലെക്സിബിൾ കൺട്രോൾ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കൺട്രോൾ ബൈ എക്സെപ്ഷൻ ഫോക്കസ് ആണ്. കൺട്രോൾ ബൈ എക്സെപ്ഷൻ വെച്ചാൽ ചില സമയത്ത് പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ പ്ലാനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഒരു മേജർ ഡീവിയേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കൺട്രോളിൽ ചില മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അതിനാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. മേജർ ഡീവിയേഷൻസ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് സൊസൈറ്റിയുടെ അടുത്തുള്ള നമ്മൾ ഉത്തരവാദിത്തത്തിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയിൽ നല്ലതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ആൻസർ ബി ആണ്. വെൽഫെയർ ഓഫ് സൊസൈറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് വരുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻവയോൺമെൻറ്റ് ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. എത്തിക്കൽ പ്രാക്ടീസസ്, എത്തിക്കൽ മീൻസ് ഹ്യൂമൻ വാല്യൂസിന് നമ്മൾ മുൻഗണന കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസാണ് എത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം ആൻസർ ഇതിനകത്ത് ബി ആണ്. എത്തിക്കൽ പ്രാക്ടീസ്. Managers have moral obligation because of ethical duty. മോറൽ ഒബ്ലിഗേഷൻ കൊണ്ട് അവർ നിർബന്ധമായിട്ട് മോറൽ സൈഡ് അവർ കവർ ചെയ്യണം. കാരണം ഒരു സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആൻസർ ബി ആണ്. എത്തിക്കൽ ഡ്യൂട്ടി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇംപ്രൂവ്സ്. സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ബെറ്റർ ആവും, ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും, അതിൻ്റെ ഗ്രോത്തിന് നല്ലതായിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. എംപ്ലോയീസ് പ്രിഫർ ഓർഗനൈസേഷൻ ദാറ്റ് ആർ സോഷ്യൽ. അപ്പോൾ സൊസൈറ്റിയായിട്ട് ഇടപെട്ട് നിൽക്കുന്ന, നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓർഗനൈസേഷനെ എംപ്ലോയീസ് കൂടുതൽ പ്രിഫർ ചെയ്യും. കാരണം അവരുടെ സോഷ്യൽ സ്റ്റാൻഡിങ്, സോഷ്യൽ ഇമേജ് നല്ലതായിട്ട് ഉള്ളതുകൊണ്ട് ആ ഓർഗനൈസേഷനെയാണ് എംപ്ലോയീസ് പ്രിഫർ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. സോഷ്യലി റെസ്പോൺസിബിൾ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെഡ്യൂസസ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. സൊസൈറ്റി ഒരു നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോകുകയാണെങ്കിൽ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യും ഓർഗനൈസേഷനെ. അപ്പം പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. ആൻസർ ബി ആണ്. മാനേജറൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത്. മാനേജറൽ എക്കണോമിക്സ് മീൻസ് ബേസിക്കലി ബിസിനസ് ഡിസിഷൻസ് തീരുമാനിക്കുന്നത് മാനേജറൽ എക്കണോമിക്സ് ആണ്. അപ്പം പല ബിസിനസ് തീരുമാനത്തിനും എക്കണോമിക്സിൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ടാവും. അത് മാനേജേഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ബിസിനസ് ഡിസിഷൻസ്. മാനേജറൽ എക്കണോമിക്സ് ബ്രിഡ്ജസ്. മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് എക്കണോമിക്സിൻ്റെ ഹെൽപ്പ് എടുക്കുമ്പം എന്താണ് ഗുണം? അപ്പോൾ പ്ലാനിങ്ങിൽ കൺട്രോളും തിയറി ആൻഡ് പ്രാക്ടീസും പ്രോഫിറ്റ് ലോസും വർക്ക് ആൻഡ് റെസ്റ്റ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ തിയറി മാത്രം പോരാ, പ്രാക്ടിക്കൽ മാത്രം പോരാ, പ്രാക്ടീസും സപ്പോർട്ട് ചെയ്ത് തിയറിയുടെ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം.
ആൻസർ എ ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യും. ഡിമാൻഡ് തിയറി സ്റ്റഡീസ്. ഡിമാൻഡ് തിയറി എന്താണ്? കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് നമ്മൾ സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഡിമാൻഡ് തിയറി എന്ന് ബേസിക്കലി കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ പഠിക്കുന്നു. ബിഹേവിയർ പഠിച്ചിട്ട് വേണ്ട സർവീസ് കൊടുക്കുന്നു. കൺസ്യൂമർ ഇത് പേ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുന്നു. പ്രൈസസിൻ്റെ ഫ്ലക്ച്വേഷൻ, ഡിമാൻഡിൻ്റെ ഫ്ലക്ച്വേഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ഇതുണ്ട്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന സെറ്റേറിയസ് പാരിബസ് എന്ന് പറയും. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഡിമാൻഡ് തമ്മിലുള്ള കണക്ഷനാണത്. അപ്പം ഈ തിയറിയിൽ, ഡിമാൻഡ് തിയറിയിൽ നമ്മൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്. കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യും, ഗുഡ്സിൻ്റെ ക്വാളിറ്റിയും സർവീസും അനലൈസ് ചെയ്യും, കൺസ്യൂമറിന് വാങ്ങാൻ പറ്റുമോ നമ്മൾ അനലൈസ് ചെയ്യും, പ്രൈസ് എങ്ങനെയാണ് കൺസ്യൂമറിനെ ബാധിക്കുന്നത് അനലൈസ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, കൺസ്യൂമർ ഡിമാൻഡ്. പ്രൊഡക്ഷൻ തിയറി എന്താണ്? പ്രൊഡക്ഷൻ തിയറി ബേസിക്കലി ഇൻപുട്ട് ഔട്ട്പുട്ട് എഫിഷ്യൻസിയാണ് നോക്കുന്നത്. നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് വേണ്ടുന്ന നമ്മൾ എന്ത് റിസോഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടി, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ആൻസർ ബി ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എഫിഷ്യൻസിയാണ് നോക്കുന്നത് അതിനകത്ത്. അപ്പോൾ ഡിമാൻഡ് തിയറി പ്രൊഡക്ഷൻ തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഡിമാൻഡ് തിയറി ബേസിക്കലി കൺസ്യൂമറിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, നമ്മൾ എന്ത് വിലയ്ക്ക് സാധനം കൊടുക്കണം, അതിൻ്റെ ഉപയോഗം എന്താണ്, ഇതൊക്കെയാണ് ഡിമാൻഡ് തിയറിയിൽ വരുന്നത്. പ്രൊഡക്ഷൻ തിയറി എന്ന് വെച്ചാൽ നമ്മൾ മാനുഫാക്ചറിങ് സൈഡിൽ നിന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ സൈഡാണ് നോക്കുന്നത്. പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞ റിസോഴ്സിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും, ഏറ്റവും നല്ല മാർജിൻ അതിനകത്ത് കിട്ടുമെന്ന് നോക്കുള്ളൂ. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ട് എഫിഷ്യൻസിയാണ് പ്രൊഡക്ഷൻ തിയറി നോക്കുന്നത്. പോളിസി ആൻഡ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ്. മാനേജ്മെൻറ്റ് പോളിസി എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് നയമാണ്. അത് നമ്മൾ തുടക്കത്തിൽ വെക്കേണ്ട ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എപ്പോഴും മാറ്റാൻ പറ്റില്ല. അപ്പം അത് ഗൈഡ് ചെയ്യുന്നത് നമ്മൾ പോളിസി ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, ഗൈഡ് ലൈൻസ്. പോളിസി അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് മാറി പോകത്തില്ല. അപ്പം ഒരു നയമാണ് അതിൻ്റെ, ഒരു ഓർഗനൈസേഷൻ്റെ. അവരതിൽ നിന്ന് മാറി ചേഞ്ച് ചെയ്യത്തില്ല. അത് തുടങ്ങി വെച്ചാൽ അത് സ്റ്റാർട്ടിംഗ് തൊട്ട് അവസാനം വരെ ആ പോളിസിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, സ്റ്റാൻഡിംഗ് പ്ലാൻ. സിസ്റ്റംസ് മാനേജേഴ്സ് ഫോക്കസ് ഓൺ. സിസ്റ്റംസ് ബേസിക്കലി IT സിസ്റ്റംസ് ആണ് ഉദ്ദേശിക്കുന്നത്. IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുന്നതാണ് സിസ്റ്റംസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റം മാനേജ്മെൻറ്റ് കൊണ്ട് എന്താണ്? IT ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടും. ആൻസർ ബി ആണ്. അപ്പം കോർഡിനേഷൻ ബെറ്റർ ആവും, ഡാറ്റ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ടൈം ഒക്കെ കുറച്ച് മതി, സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും, അപ്പോൾ എഫിഷ്യൻസി കൂടും. ഇതൊക്കെയാണ് എൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ് മീൻസ്, ലീഡർഷിപ്പ് എപ്പോഴും എഫക്റ്റീവ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തുന്നെങ്കിൽ എൻ്റെ അർത്ഥം ലീഡർഷിപ്പ് എഫക്റ്റീവ് ആണെന്നാണ്. ആൻസർ ബി ആണ്, അച്ചീവിങ് ഗോൾസ്. എമോഷണലി ഇൻ്റലിജൻസ് ഹെൽപ്സ് ഇൻ, എമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളിന് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ആൻസർ ഇതിനകത്ത് ബി ആണ്. ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഇല്ലാത്ത ഒരു എമോഷനായിരിക്കും, നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആളായിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്. അഡാപ്റ്റബിലിറ്റി ഇൻ ലീഡർഷിപ്പ് മീൻസ് നമ്മൾ മാറ്റങ്ങൾ വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ആൻസർ ഡി ആണ്, അഡ്ജസ്റ്റിംഗ് ടു ചേഞ്ച്. എത്തിക്കൽ ലീഡർഷിപ്പ് മീൻസ് നല്ല വാല്യൂസും അതൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പം ആൻസർ ഇതിനകത്ത് ബി ആണ്, ഓണസ്റ്റ് ബിഹേവിയർ, സത്യസന്ധമായിട്ടുള്ള ബിഹേവിയർ. ആൻസർ ബി ആണ്. കമ്മ്യൂണിക്കേഷൻ ഇൻ ലീഡർഷിപ്പ് ഹെൽപ്സ് ഇൻ, കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഡാറ്റ ഷെയറിങ്ങും ഇൻഫർമേഷൻ ഷെയറിങ്ങാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ആൻസർ ബി ആണ്. ഫീഡ്ബാക്ക് മീൻസ് നമ്മളെ കസ്റ്റമറിൽ നിന്ന് നമ്മളെ യൂസേഴ്സിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന റിപ്പോർട്ടിനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഫീഡ്ബാക്ക് വേണം. ആൻസർ ബി ആണ്, അണ്ടർസ്റ്റാൻഡിങ്. വർക്ക് എൻവയോൺമെൻറ്റ് എഫക്ട്സ്. വർക്ക് എൻവയോൺമെൻറ്റ് നാച്ചുറലി ഒരാൾ വർക്ക് ചെയ്യുന്ന ആ സാഹചര്യം, അതിൻ്റെ ചുറ്റുപാടും അയാളുടെ വർക്കിനെ ബാധിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, പെർഫോമൻസ്.
സൂപ്പർവൈസർ സപ്പോർട്ട് എന്തിനാണ്? വേണ്ടുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ചെയ്യുന്ന ജോലിക്ക് ഗൈഡൻസും അയാളുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആൻസർ ബി ആണ് ഗൈഡൻസ്. മെൻറ്ററിങ് മീൻസ് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഹാൻഡ് ഹോൾഡിങ് ചെയ്യുന്നു. അപ്പം ഈ ജോലി ചെയ്യുന്ന ആളുടെ സ്കില്ല് ബെറ്റർ ആവും. ആൻസർ ബി ആണ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ജോബ് എയ്ഡ്സ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ചെറിയ കൊച്ചു ടൂൾസ് ആണ്. പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗൈഡുകളെയാണ്, ചാർട്ടുകൾ, ചെക്ക് ലിസ്റ്റ്, ഗൈഡൊക്കെയാണ് നമ്മൾ ജോബ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്. ഗോൾ സെറ്റിംഗ് ഇംപ്രൂവ്സ്. നമ്മൾ ഗോൾ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഫോക്കസ് ആയിരിക്കും, ശ്രദ്ധ നമ്മൾ അതിൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നത്. ആൻസർ ബി ആണ് ഫോക്കസ്. ഇൻസെൻറ്റീവ് ഇംപ്രൂവ്സ്. ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു ബെനിഫിറ്റ് കൊടുക്കുന്നത് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ബി ആണ്. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. ഡിഫൈൻ പ്രോസസ് എൻഷുർ. നമ്മളൊരു പ്രോസസ്സിന് ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മുമ്പോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ വരാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം കൺസിസ്റ്റൻസിയുടെ ആൻസർ ബി ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എക്സാമിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.